കേരളത്തിൽ മഴ തുടരുകയാണ്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്. സംസ്ഥാനത്തെ 9 ഡാമുകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. തൃശൂരിൽ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് കളക്ടർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. CBSE, ICSE, കേന്ദ്രീയ വിദ്യാലയങ്ങൾ, അംഗനവാടികൾ, മദ്രസകൾ, ട്യൂഷൻ സെന്ററുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഈ അവധി ബാധകമാണ്. ഒപ്പം ഓണപ്പരീക്ഷയും മാറ്റിവെച്ചിട്ടുണ്ട്. തീയതി പിന്നീട് അറിയിക്കും. കനത്ത മഴയിൽ എറണാകുളം തേവയ്ക്കൽ എടത്തല സഹകരണ അങ്ങാടിക്ക് സമീപം മണ്ണിടിച്ചിൽ ഉണ്ടായി. 25 അടിയോളം ഉയരത്തിൽ നിന്നാണ് മണ്ണിടിഞ്ഞ് വീണത്. മണ്ണിടിഞ്ഞതോടെ എടത്തല സ്വദേശി മാർട്ടിൻ്റെ വീട് ഏത് നിമിഷവും നിലം പൊത്താവുന്ന അവസ്ഥയിലാണ്. ഡാനി പോളാണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. ഡാനി, മഴനാശം ഇപ്പോഴും തുടർന്നുകൊണ്ടേ ഇരിക്കുന്നു. ഇവിടെ വലിയ മണ്ണിടിച്ചിലാണ് ഉണ്ടായിട്ടുള്ളത്. എന്താണ് വിവരങ്ങൾ? അഭിലാഷ, ജില്ലയിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തന്നെ മറ്റിടങ്ങളിലെന്ന പോലെ തന്നെ മഴ തുടരുന്നുണ്ട്. മഴയുടെ ശക്തി ഏറിയും കുറഞ്ഞുമെല്ലാം തന്നെ ആയിരിക്കുന്നുണ്ട്. പലപ്പോഴും ഈ നഗരത്തിൽ പെയ്യുന്ന മഴ വലിയ രീതിയിലേക്ക് ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കുന്നില്ല. കുറച്ച് വെള്ളക്കെട്ട് കുറച്ച് നേരത്തേക്ക് എന്ന രീതിയിലാണ് ഉണ്ടാകുന്നത്. പക്ഷേ അത് നഗരത്തിൽ നിന്ന് മാറുമ്പോൾ, ഈ ജില്ലയുടെ മറ്റ് ഇടങ്ങളിലേക്കെല്ലാം വരുമ്പോൾ കുറച്ച് മാറി വരുമ്പോഴുള്ള സാഹചര്യങ്ങൾ വ്യത്യസ്തമാണ്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി തുടരുന്ന മഴ മൂലം ഈ വലിയ ഉയർന്ന പ്രദേശങ്ങളിൽ പലയിടത്തും മണ്ണിടിച്ചിൽ ഉണ്ടാകുന്നുണ്ട്. നമ്മളുള്ളത് അതുപോലെയുള്ള ഒരു പ്രദേശത്താണ് നിൽക്കുന്നത്. ഇവിടെ ഈ എടത്തല ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ പലതും തന്നെ ഈ ഉയർന്ന ഭൂമി കൂടുതലുള്ളതാണ്. പ്രത്യേകിച്ച് മണ്ണെടുക്കുന്ന പ്രദേശങ്ങളൊക്കെയാണ് നേരത്തെ. ഇപ്പോഴിവിടെ ഈ അത്ര കണ്ട കൂടുതലായിട്ട് മണ്ണെടുപ്പില്ല. നേരത്തെ എല്ലാം തന്നെ വളരെ കൂടുതൽ മണ്ണെടുത്ത സ്ഥലങ്ങളാണ് ഇവിടെ പലയിടങ്ങളിലുമുള്ളത്. അപ്പോൾ ഈ ബാക്കി വന്ന് നിൽക്കുന്ന സ്ഥലങ്ങളുണ്ട്. അതായത് ഇപ്പോഴും ഉയർന്ന ഈ ഒരു സാഹചര്യങ്ങളുള്ള സ്ഥലങ്ങൾ, അവിടെയാണ് ഇപ്പോൾ മണ്ണിടിയുന്ന സാഹചര്യങ്ങൾ വളരെ കൂടുതലായിട്ടുള്ളത്. നേരത്തെയും നമ്മൾ ഇവിടെ ഈ തേവക്കൽ ഈ ഭാഗങ്ങളിലെല്ലാം തന്നെ മണ്ണിടിച്ചിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ ഇപ്പോഴത്തെ ഏറ്റവും പുതിയ സംഭവമാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി പെയ്യുന്ന മഴ മൂലം ആണ് ഇവിടെ ഈ മണ്ണിടിച്ചിൽ ഉണ്ടായിരിക്കുന്നത്. ഏതാണ്ട് 25 അടിയോളം താഴ്ചയിലേക്ക് ഇവിടേക്ക് മണ്ണ് ഇടിഞ്ഞിട്ടുണ്ട്. നമുക്ക് കാണാം ചുറ്റുപാടും ഉള്ള വീടുകൾ, ഏതാണ്ട് 10ഓളം വീടുകൾ മുകൾ ഭാഗത്തുണ്ട്. അതിൻ്റെ എല്ലാം തന്നെ നിലനിൽപ്പിനെ ആശങ്കപ്പെടുത്തുന്ന രീതിയിലാണ് ഇപ്പോൾ മണ്ണിടിച്ചിൽ തുടങ്ങിയത്. ഈ കാണുന്നത് നമ്മൾ നേരത്തെ പരാമർശിച്ച മാർട്ടിൻ എന്നയാളുടെ വീടാണ്. ആ വീടിൻ്റെ ഒരു ഭാഗം ഏതാണ്ട് പൂർണ്ണമായും അപകടത്തിൽപ്പെടുന്ന സ്ഥിതിയിൽ തന്നെയാണ്. ഇനി മണ്ണ് ഇടിഞ്ഞാൽ ആ വീടിൻ്റെ ഒരു സ്ഥിതി നമുക്ക് എന്താകുമെന്ന് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഏതായാലും പൂർണ്ണമായും ഒരു ഭാഗത്ത് നിന്ന് മതിലടക്കം ഈ സാഹചര്യത്തിൽ സംരക്ഷണ ഭിത്തി അടക്കം ഇടിഞ്ഞ് താഴേക്ക് വന്നിട്ടുണ്ട്. ഈ ഭാഗത്ത് ഇപ്പോഴും മണ്ണിടിച്ചിൽ ഭീഷണി നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. ഇവിടേക്ക് ഈ ചുറ്റുപാടും നേരത്തെ ഇവിടെ നിന്ന് മണ്ണ് ധാരാളമായിട്ട് എടുത്തിരുന്ന ഒരു പ്രദേശമാണ്. ഇവിടെ മണ്ണെടുത്തിരുന്ന ഒരു സ്ഥലമാണ്. അവിടെയാണ് പിന്നീട് കൂടുതൽ പാർപ്പിട സംശയങ്ങളും കാര്യങ്ങളും എല്ലാം തന്നെ ഉണ്ടായത്. പലയിടങ്ങളിലും എന്ന പോലെ ഉണ്ടായത്. ചുറ്റുപാടും ഇതുപോലെ തന്നെ വീടും പരിസരവും എല്ലാം തന്നെയാണ് ഉള്ളത്. ഈ മേഖലയിൽ പലയിടങ്ങളിലും മണ്ണിടിച്ചിൽ ഭീഷണി നിലനിൽക്കുന്നു എന്ന് തന്നെയാണ് പറയുന്നത്. ഇവിടെ മാർട്ടിനുണ്ട്. അദ്ദേഹം കഴിഞ്ഞ 2 ദിവസങ്ങളായി വലിയ ആശങ്കയിലായിരുന്നു. മണ്ണ് ഇടിയുമോ എന്നുള്ളത്. കഴിഞ്ഞ രാത്രിയാണ് മണ്ണിടിച്ചിൽ അതിൻ്റെ ഒരു രൂക്ഷതയിലേക്ക് വന്നത്. ആ സമയത്ത് വീട്ടിൽ ആളുണ്ടായിരുന്നു? എങ്ങനെയായിരുന്നു? ആളുണ്ടായിരുന്നു. ഞങ്ങൾ എഴുന്നേക്കുന്ന സമയത്താണ് ഒരു 5:30 ആദ്യം ഇടിഞ്ഞത്. അതിനുശേഷം ഒരു 12 മണിയായപ്പോൾ ഭീമക്ക് വീണ്. അതിനുശേഷം ഇന്നലെ രാത്രി കുറച്ച് മണ്ണ് കൂടി ഇടിഞ്ഞ്. ഇപ്പോൾ ഒരു അപകടാവസ്ഥയിലാണ്. എന്താണ് പറഞ്ഞിരിക്കുന്നത് ഇവര്? ഇപ്പം ഇന്നലെ പഞ്ചായത്തിൽ നിന്ന് മെമ്പർ വന്നിട്ടുണ്ടായിരുന്നു, എടത്തല പഞ്ചായത്തിൽ. പിന്നെ വില്ലേജ് ഓഫീസിൽ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. വന്നിട്ടില്ല, വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. വേറെ ഒന്നും പറഞ്ഞിട്ടില്ല. എത്ര വീടുകളുണ്ട് മുകളിൽ? ഇപ്പോൾ ഒരു 5-6 വീട് മൊത്തത്തിലുണ്ട്. ഇപ്പം ഞങ്ങളുടെ ഇവിടെ അടുത്ത് തന്നെ അടുപ്പിച്ച് 3 വീടുണ്ട്. ഇടിച്ചിലുണ്ട്, അവിടെ കേട്ട് ഇടിച്ചിലുണ്ട്. അങ്ങനെ നിൽക്കുന്നത്. എന്താണ് ചെയ്യാൻ പോകുന്നത് അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല. പഞ്ചായത്തുമായി ബന്ധപ്പെട്ട മുൻ മെമ്പറാണ്. എന്താണ് ഈ മേഖലയിൽ മണ്ണിടിച്ചിൽ നേരത്തെ ഉണ്ടായിരുന്നു. നമ്മുടെ ഈ കൈലാസിൽ 12ാം വാർഡിൽ എല്ലായിടത്തും മണ്ണിടിച്ചിലുണ്ട്. അപ്പോൾ ഞങ്ങൾ തഹസിൽദാരെ അറിയിച്ചിട്ടുണ്ട്, വില്ലേജിൽ അറിയിച്ചിട്ടുണ്ട്, മറ്റേ പഞ്ചായത്തിനെ അറിയിച്ചിട്ടുണ്ട്. സ്വകാര്യ വ്യക്തിയുടെ ഭൂമിയാണ്. അവരെ വിളിച്ചിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയും പെട്ടെന്ന് പരിഹാരം ഉണ്ടാക്കാനുള്ള നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്.
എന്തായാലും നടപടികൾ പെട്ടെന്ന് വേണമെന്നുള്ള ആവശ്യങ്ങളെല്ലാം തന്നെ ഉന്നയിച്ചിട്ടുണ്ട്. ആ വീട് ഇത് ചുറ്റുപാടോ ആ ഭാഗത്തേക്കെല്ലാം തന്നെ പോകുമ്പോൾ പല വീടുകളുടെ ഒരു അവസ്ഥ ഇത് തന്നെയാണ്. കാരണം അടിയന്തരമായ ഒരു നടപടി സ്വീകരിച്ചില്ല എങ്കിൽ വീടുകളിലെല്ലാം തന്നെ ഒരു തീർത്തും അപകടത്തിലേക്ക് വരുന്ന സാഹചര്യത്തിൽ തന്നെ തുടരുകയാണ്. മഴയും അതുപോലെ നമുക്ക് ഈ സാഹചര്യം അറിയാം, മഴ തുടരുകയാണ്. അത് വലിയ രീതിയിലൊരു ആശങ്ക ഉണ്ടാക്കുന്നുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ നഗര കേന്ദ്രീകൃതമായല്ല, അതിനിപ്പുറത്തേക്ക് വരുമ്പോൾ കിഴക്കൻ മേഖലയിലേക്കെല്ലാം തന്നെ വരുമ്പോൾ മഴ ആശങ്കപ്പെടുത്തുന്ന ഒരു സാഹചര്യം തന്നെയാണ് നിലനിൽക്കുന്നത്. തീർച്ചയായും അവിടെ ഡാനി സൂചിപ്പിക്കുന്ന പോലെ അങ്ങേറ്റ അപകടകരമാകുന്ന സാഹചര്യമാണുള്ളത്. കൂടുതൽ മേഖലകൾ ഇങ്ങനെ അപകട ഭീഷണി നേരിടുന്നുണ്ടോ? ഇതിപ്പോൾ അപ്രതീക്ഷിതമായിട്ടായിരുന്നോ? ഇതിനു മുമ്പ് ഇങ്ങനെയൊന്ന് പ്രതീക്ഷിച്ചതാണോ? കാരണം സ്വാഭാവികമായും വീടുകളൊക്കെ വെക്കുമ്പോൾ ഏറ്റവും സുരക്ഷിതമായ ഇടത്താണല്ലോ വീടുകൾ വെക്കുക. അതും അങ്ങനെ ഒരു പുതിയ വീടായി നമുക്ക് അതിനെ കണക്കാക്കാനും സാധിക്കില്ലല്ലോ. നേരത്തെയും അതായത് ഇത്രത്തോളം താരതമ്യേന ഒരു ഉറപ്പുള്ള പ്രദേശം എന്ന രീതിയിലാണ് ഇവരെല്ലാം തന്നെ കണ്ടിരുന്നത്. ഇതിൽ മണ്ണെടുപ്പ് വളരെ നാളുകൾക്ക് മുൻപ് നടന്നതാണ്. അതിനുശേഷം ഇവരെല്ലാം തന്നെ വീട് വയ്ക്കുമ്പോഴുള്ളൊരു സാഹചര്യം ഇപ്പോൾ നമ്മൾ കാണുന്നത് പോലെ തന്നെയാണ്. ഈ ഭാഗങ്ങളിലെല്ലാം തന്നെ ഒരു മൈതാനം പോലുള്ളൊരു സ്ഥലമായിരുന്നു. പിന്നീടാണ് ഒരു റെസിഡൻഷ്യൽ ഏരിയ എന്നെല്ലാം തന്നെ പറയുന്ന രീതിയിലേക്കെല്ലാം തന്നെ മാറിയത്. അപ്പോൾ വളരെ നാളുകൾക്ക് മുൻപ് തന്നെ ഇതുപോലുള്ളൊരു കുന്നിൻ പ്രദേശമെല്ലാം തന്നെ ഒരു ഭാഗം പൂർണ്ണമായും തന്നെ മണ്ണെടുത്ത ഒരവസ്ഥയിലായിരുന്നു. ബാക്കി അവശേഷിക്കുന്ന ആ ഒരു ഉയർന്ന പ്രദേശത്ത് വീടുകൾ സ്വാഭാവികമായും വരികയും ചെയ്തിരുന്നു. എല്ലാവരും കരുതിയിരുന്നത് ഇതിന് ഒരു നല്ല ഉറപ്പ് എന്നുള്ള രീതിയിൽ തന്നെയാണ് എല്ലാവരും തന്നെ കരുതുന്നത്. ആ മരങ്ങളും എല്ലാം ഒരുപാട് ഉള്ള ഒരു പ്രദേശം കൂടിയാണ്. പക്ഷേ കാലക്രമേണ ഇതിൽ അതിൻ്റെ ഒരു ഉറപ്പ് നഷ്ടപ്പെടുന്നു. മഴ തുടർച്ചയായിട്ട് പെയ്യുന്നു. അതുകൊണ്ട് ആ ഒരു ഉറപ്പ് നഷ്ടപ്പെടുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള പ്രദേശത്ത് സ്വാഭാവികമായി എല്ലാവരും തന്നെ ചെയ്യുന്നത് ഒരു സംരക്ഷണ ഭിത്തി കെട്ടുക എന്നതാണ്. കാരണം അല്ലാതെ അത് നിയന്ത്രിച്ച സ്വാഭാവികതയോടുകൂടി, കാരണം അതിൻ്റെ ഒരു സ്വാഭാവികത മണ്ണെടുക്കുന്നതോടുകൂടി തന്നെ പൂർണ്ണമായും ഇല്ലാതായിരിക്കുന്നു. അതിൻ്റെ സ്വാഭാവികത നിലനിർത്തി അത് നഷ്ടപ്പെട്ടു. പിന്നെ ഏത് സമയവും അത് ഇടിഞ്ഞു വീഴാവുന്ന ഒരു അവസ്ഥയിലേക്ക് തന്നെയാണ്. അപ്പോൾ അതിനെ നിലനിർത്തണമെങ്കിൽ ഈ രീതിയിൽ ഭിത്തി കെട്ടി, സംരക്ഷണ ഭിത്തി കെട്ടി എല്ലാം തന്നെ നിലനിർത്താനായിട്ട് സാധിക്കുകയുള്ളൂ. പക്ഷേ ആ രീതിയിലുള്ളൊരു നടപടികൾ ഒന്നും ഉണ്ടായിരുന്നില്ല. അത് തന്നെയാണ് ഇപ്പോൾ ഒരു അപകടാവസ്ഥയിലേക്ക് എത്തിച്ചതും. ഇനിയിപ്പോൾ അങ്ങനെ നിലനിർത്തണമെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ സംരക്ഷണ ഭിത്തി കൂടിയേ തീരൂ. അതിനിപ്പോൾ സ്വകാര്യ വ്യക്തിയുടെ ഒരു സ്ഥലമാണ്. അയാളെ അറിയിച്ചിട്ടുണ്ട്. പഞ്ചായത്തുകളോട് അടിയന്തരമായി ഇവിടെ എത്താനായിട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇനി അതിൽ എന്താണ് ചെയ്യാൻ കഴിയുക എന്നതാണ് നോക്കുന്നത്. കാരണം ഏതാണ്ട് 8-10ഓളം വീടുകൾ മുകളിലുണ്ട്. അവരേത് സമയവും വീടെല്ലാം തന്നെ ഇടിയാവുന്ന ഒരു അവസ്ഥയിൽ നിൽക്കുമ്പോൾ അടിയന്തരമായ ഇടപെടലുകൾ ഇക്കാര്യത്തിൽ ആവശ്യമാണ്. ജില്ലാ ഭരണകൂടം അടക്കം അതിനുള്ളൊരു നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. ഈ മേഖലയിലേക്ക് വരുമ്പോൾ ഈ പെരുമ്പാവൂർ, അതോടൊപ്പം തന്നെ അതിനുമുണ്ട് ഇടത്തല, ഈ മേഖലയിലെല്ലാം തന്നെ സമാനമായ രീതിയിൽ പലയിടങ്ങളും ഇതുപോലെ തന്നെയുണ്ട്. വലിയ രീതിയിലുള്ള മണ്ണെടുത്ത പ്രദേശങ്ങളാണ്. പിന്നീട് അങ്ങനെ സംരക്ഷണ ഭിത്തി ഒന്നുമില്ലാതെ തന്നെ ആ വീടുകൾ അതിന് മുകളിൽ വരികയും പിന്നീട് അതിന് വശങ്ങളിടുകയും ചെയ്യുന്ന സാഹചര്യമാണ് പലയിടത്തും തന്നെ സംഭവിക്കുന്നത്. കാര്യങ്ങളിലെല്ലാം തന്നെ നല്ല രീതിയിലുള്ള നിരീക്ഷണവും ഇപ്പോഴെല്ലാം നിയമങ്ങൾ കർശനമാക്കുന്നുണ്ടെങ്കിൽ കൂടിയും നേരത്തെ ഉണ്ടായിരുന്നൊരു സാഹചര്യങ്ങൾ അത് മുതലെടുത്തുകൊണ്ട് തന്നെയാണ് പലരും മണ്ണെടുപ്പും കാര്യങ്ങളും എല്ലാം നടത്തിയത്. അതിൻ്റെ ദുരിതം ഇപ്പോഴാണ് അനുഭവിക്കുന്നത്. അഭിലാഷ്. യെസ്, ഇതാണ് അവിടെ നിന്നുള്ള ദൃശ്യങ്ങളും ഒപ്പം വിശദാംശങ്ങളുമാണ് ഡാനി ഇപ്പോൾ പങ്കുവച്ചത്.